പ്രിയമുള്ളവരെ, മക്കൾ നന്നായി കാണണമെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. ഒരു മക്കളും നശിച്ചു പോകാൻ കാരണവന്മാർക്ക് ആഗ്രഹമില്ലല്ലോ. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും സൃഷ്ടാവാണ് ദൈവം. ദൈവത്തിൻ്റെ മക്കളാരും നശിച്ചു പോകാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വഴി മാറുന്നുണ്ടെങ്കിൽ, താളം തെറ്റുന്നുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കണമെന്ന് ദൈവത്തിൻ്റെ ശക്തമായ ആഗ്രഹമാണ്. ആര് അതിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നവരെല്ലാം ആ വഴിയിലൂടെ ദൈവിക കൃപ സ്വീകരിക്കുന്നുള്ളതാണ്. ബെത്സൈദ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവം ഇങ്ങനെ പലതരത്തിൽ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ധാർമ്മിക മേഖലയിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെട്ട ചില അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതാണ് ബെത്സൈദ. ഇന്ന് ബെത്സൈദയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ മലയാളം സെഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ റോബിൻ ചെറിയകടവ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, നിങ്ങൾക്ക് പരിചയമില്ലായിരിക്കാം. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട് റോബിൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിൽ. ഞാൻ പോട്ട ആശ്രമത്തിൽ വെച്ചാണ് ചേട്ടനെ പരിചയപ്പെടുന്നത്. ഈ പറയുന്ന പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ബ്രദർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം, ഞാൻ കുറേയൊക്കെ ശുശ്രൂഷകളിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാനും പ്രേക്ഷകരോടൊപ്പം ഇരുന്നൊന്ന് ഈ ബ്രദർ റോബിൻ ചെറിയകടവ് എങ്ങനെ ബ്രദർ റോബിനായി എന്ന് തോന്നുന്നത് കാണാനായിട്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് പറയാനുള്ളതെന്ന് എനിക്കറിയാം. അതൊന്ന് തുടക്കം തൊട്ട് നമുക്കൊന്ന് വളരെ ഷോർട്ടായിട്ട് കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് പ്രവേശിക്കാം. ഒന്ന് പരിചയപ്പെടുത്തി. ശരിക്കട്ടെ. ഞാൻ റോബിൻ ആൻ്റണി. ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പച്ചൻ്റെ പേര് കൂട്ടി പറയുകയാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ നവീകരണത്തിൽ വന്നതിന് ശേഷമാണ് അപ്പച്ചനെ സ്നേഹിച്ച് തുടങ്ങിയത്. ഓക്കെ. അതുവരെ എനിക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ല, വെറുപ്പായിരുന്നു. ഓക്കെ. കാരണം ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടത് മുഴുവനും അപ്പൻ്റെ ബാഡ് ആയിട്ടുള്ള ഒരു തരം സ്വഭാവങ്ങളാണ്. അപ്പൻ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അപ്പൻ മദ്യപിച്ച് റോഡിലൂടെ പോകുന്നത്, എന്താ പറയുന്നത്, വഴക്കിട്ട് പോകുന്നത്, ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ ചീത്ത വിളിച്ചൊക്കെ പോകുന്നത് കാണുമ്പോൾ കുട്ടികൾ ഇടയിൽ നിന്ന് കളിയാക്കും. ആ സമയങ്ങളിലൊക്കെ മനസ്സിൽ വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 മക്കളാണ്, റോബിനും ബിബിനും. ചേട്ടൻ അനിയനോ? ഞാനാണ് ചേട്ടൻ. ഞങ്ങൾ 1 വയസ്സിന് എൻ്റെ ഇളതാണ് ബിബിൻ. ഞങ്ങൾ 2 മക്കൾ. ഇപ്പോൾ 2 കല്യാണമൊക്കെ കഴിച്ചു, മക്കളൊക്കെ. അപ്പോൾ അത് കൊണ്ട് ഞാൻ എന്താ പറയുന്നത്, അപ്പനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയൊരു വീടാണ്. അപ്പനും അമ്മയും 2 മക്കളും വളരെ സന്തോഷത്തോടു കൂടെ. മറ്റയൽവക്കങ്ങളാണെങ്കിലും അപ്പൻ്റെ ബന്ധുക്കൾ തന്നെയാണ് താമസം. എൻ്റെ വീട് കണ്ണമാലി ചെറിയകടവ്, കൊച്ചി രൂപത, സെൻറ് ജോസഫ് ഇടവകയാണ്. ഇടവക ഉണ്ടെങ്കിൽ പോലും ഇടവകയുമായിട്ട് ആ നാളുകളിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വളർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ അപ്പച്ചൻ്റെ മദ്യപാനവും ക്രൂരതയുമാണ്. അപ്പോൾ അമ്മയെ എപ്പോഴും ഒത്തിരി ഉപദ്രവിക്കും. ഞാൻ ചെറിയ പ്രായം മുതൽ കാണുന്നതാണ് അമ്മയോടുള്ള ഈ ഉപദ്രവങ്ങളൊക്കെ. വളർന്നു വരുമ്പോഴൊക്കെ അമ്മ വിചാരിച്ചത് കുറേ കഴിയുമ്പോൾ മാറും. ആ നാളുകളിലൊക്കെ അമ്മ ഒത്തിരി ധ്യാനങ്ങളിലൊക്കെ അപ്പച്ചനെ കൊണ്ടുപോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ അനിയന് ഒരു രോഗം ഉണ്ടായിരുന്നു. അവന് ഈ മൂത്രമൊഴിക്കുന്നതിൻ്റെ ഭാഗത്തുള്ള മണി അത് വളരെ വലിപ്പമുള്ളതായിരുന്നു. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്താണ്, അത് മാറിയില്ല. അവസാനം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 5 ദിവസത്തെ ധ്യാനം അവൻ കൂടി. അന്ന് ആ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം അത്ഭുതകരമായിട്ട് ഈശോ അവനെ സുഖപ്പെടുത്തി. അങ്ങനെ ഞാൻ ആദ്യം ഡിവൈൻ ധ്യാനകേന്ദ്രം കാണുന്നത് അവിടെ നിന്നാണ്, ആ പ്രായത്തിൽ, എൻ്റെ ചെറിയ പ്രായത്തിൽ. പക്ഷെ ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റേതായ വളർച്ച, എൻ്റെ പ്രായം ഒക്കെ. അപ്പം ഞാൻ പഠനം എന്ന് പറയുന്നത് 7-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം പഠനം ഞാൻ വിട്ടിട്ട് ഞാൻ പഠനം നിർത്തി. എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം ഒരു ഷോപ്പിൽ പോയി നിന്നു. പിന്നീട് ഞാനൊരു തൊഴിൽ മേസൺ വർക്ക് പഠിച്ചു. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പതുക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ മദ്യം അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ. വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പം കൊണ്ടുവരും. അപ്പം കുടിക്കും. ഞങ്ങളത് കമഴ്ത്തി കളയുകയും ചെയ്യുമായിരുന്നു.
ഓക്കെ. അമ്മ പണിക്ക് പോവും? അമ്മ ആ സമയം അമ്മ പണിക്ക് പോകുമായിരുന്നു. ആ സമയത്ത് അമ്മ പണിക്ക് പോകും. അമ്മ വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് കൂടുതലും നോക്കുന്നത്. അപ്പച്ചൻ പണിയെടുക്കുന്ന കാശ് മുഴുവൻ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഈ ചെറിയ ഈ പ്രായത്തിലൊക്കെ അപ്പച്ചൻ ഈ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ ഞങ്ങൾ കളയും. പക്ഷേ ഞാൻ പറയാറുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാറുണ്ട്, 10ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യ കുർബാന സ്വീകരണം നടത്തിയപ്പോൾ ഞാൻ ഈശോയെ സ്വീകരിച്ച് ഞാൻ വീട്ടിൽ വന്ന ദിവസം എൻ്റെ അപ്പൻ എനിക്ക് തന്നത് മദ്യമാണ്. ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പൻ എനിക്ക് വെച്ച് തന്നതാണ്. ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ തൊടുന്നവനെ ഈശോ തൊടുന്നു, അല്ലെങ്കിൽ എന്നെ തൊടുന്നവനെ ഈശോ ഉണ്ടെന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:4 പറയുന്ന പോലെ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പോൾ ഞാൻ അത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ അത്രയും ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ച സമയത്ത് എൻ്റെ അപ്പച്ചൻ എനിക്കൊരു ഗ്ലാസ് മദ്യം ഒഴിച്ചു തന്നു. അത് ഞാൻ കഴിച്ചു. അത് എനിക്ക് അത്ര വലുതായിട്ട് തെറ്റായിട്ട് തോന്നിയില്ല. മാതാപിതാക്കൾ കാണിച്ചു തന്നെ മാതൃക അങ്ങനെയാണ്. പക്ഷേ അവിടുന്ന് പതുക്കെ വളരും തോറും ഞാൻ 23ാമത്തെ വയസ്സിലെത്തുമ്പോൾ ഞാൻ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഞാൻ മദ്യപാനിയാണ്. എനിക്ക് മദ്യമില്ലാതെ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ്, മറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടാതെ പറ്റില്ല. എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള കണക്ഷനുകളാണ്. അപ്പോൾ പൈസ വേണം. ഞാനൊരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണേ, ഈ സാധാരണ പേരൻസ് പ്രത്യേകിച്ച് അപ്പൻ മദ്യപാനിയൊക്കെ ആണെങ്കിൽ 2 സാധ്യതകളാണ് മക്കൾക്കുള്ളത്. ചില മക്കൾ വളർന്നു വരുമ്പം അപ്പനെ പോലെ തന്നെ ആ മാതൃക കണ്ട് അങ്ങനെയാകും. വേറെ ചിലർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ജീവിതത്തിൽ മാറും. എൻ്റെ അപ്പൻ അങ്ങനെയാണ്, ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ പോകില്ല. നമ്മുടെ മനസ്സിനെ ആ സമയത്ത് എന്താ നയിച്ചത്? എൻ്റെ ആ സമയത്ത് എനിക്ക് ആദ്യം മദ്യപിക്കണ്ട, എനിക്ക് നല്ലതായ മതി എന്നായിരുന്നു ആദ്യത്തെ ചിന്ത എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ലഹരിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നാവണ്ട. അതാണ് എനിക്ക് അപ്പൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എനിക്ക് വിഷയം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ചെയ്യും. ഞാൻ ഇൻഡിപെൻഡന്റ് ആയി. കാരണം എനിക്ക് ചെറിയ പ്രായത്തിൽ കിട്ടേണ്ട പരിഗണന ഒന്നും കിട്ടിയില്ല. എനിക്കത് ഇനി വേണ്ട, ഇനി ഞാനായിട്ട് സന്തോഷം ഉണ്ടാക്കും. അങ്ങനെയായി. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഞാനും പോകാൻ തുടങ്ങി. എന്നെക്കാളും പ്രായമുള്ളവരോടൊപ്പം ഇരുന്ന് കുടിക്കാൻ ഞാൻ തുടങ്ങി. ഞാൻ ഒരു ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ പള്ളി പോവില്ല. ആ നാളിൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ പള്ളി പോവില്ല. പകരം ഞാൻ പോകുന്നത് കള്ള് ഷാപ്പിൽ പോകും, മദ്യം വാങ്ങിച്ചിട്ട് പോകും. അവിടെ പോയിരുന്നിട്ട് ഒരു കുപ്പി കള്ള് വാങ്ങി അതിനകത്ത് മിക്സ് ചെയ്ത് അത് രണ്ടും കൂടെ കഴിക്കും. അങ്ങനെയൊക്കെ അതൊരു പ്രായമായ ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. മദ്യപിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എന്നെക്കാളും അപ്പച്ചൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഈ സ്വഭാവം. അപ്പോൾ ഞാൻ അപ്പനേക്കാളും വലിയ മോശക്കാരനായിട്ട് ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ ആയി തുടങ്ങുകയാണ്. എനിക്ക് അങ്ങനെ നന്നാവണ്ട. ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ ധ്യാനം കൂടിയത് നന്നാവാനല്ല. എൻ്റെ ജീവിതം അനുഭവമല്ല, അത്ഭുതമാണ്. കാരണം ഞാൻ നന്നാവില്ല, എനിക്ക് നന്നാവണ്ടെന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് തീരുമാനിച്ചിരിക്കുക. എനിക്ക് ഞാൻ എല്ലാ പ്രശ്നങ്ങളിലേക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് വേറെ കുറ്റബോധം ഒന്നുമില്ല. നമുക്ക് അടിച്ചു പൊളിച്ച് ആനന്ദിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഓരോ പ്രശ്നങ്ങൾക്ക് ഞാൻ പോകും. ഞാൻ പറഞ്ഞില്ല 9 കേസുകൾ എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ വലിയ വലിയ കേസുകളിലൊക്കെ ഞാൻ പോകാതെ ദൈവം ആ സമയത്ത് കർത്താവ് എന്നെ സംരക്ഷിച്ചതാണ്. ചില സമയങ്ങളിലൊക്കെ എൻ്റെ കയ്യിൽ ചില ആയുധങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു, പലരെ ഉപദ്രവിക്കാനായിട്ടൊക്കെ. അങ്ങനെയുള്ള ക്രൂരമായ ഒരു മനസ്സായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഓർക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ ധ്യാനത്തിലേക്ക് എന്നെ പിടിച്ചിരുത്തിയത് ഒരു എത്രാമത്തെ വയസ്സിലാണ് ധ്യാനം കൂടെ? 23ാമത്തെ വയസ്സിൽ. അന്നേരം കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. എന്നെ ധ്യാനം കൂടിക്കാനായിട്ട് കുറെ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സഹോദരൻ മദ്യപാനം ഉണ്ടോ സമയത്ത്? ആ സമയത്ത് അയാളും മദ്യപിക്കും. നിങ്ങൾ രണ്ടുപേരും മദ്യപിക്കും. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് എന്റെ മനസ്സിൽ ഇപ്പൊ കിടക്കുന്ന അമ്മയുടെ ചിത്ര. അപ്പൊ അമ്മ ഒരുപാട് തകർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് പറഞ്ഞുകൊണ്ട് വരാണേ. അപ്പോൾ ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞങ്ങള് അപ്പനും മദ്യപിക്കുന്നു, മക്കളും മദ്യപിക്കുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അമ്മ ഞങ്ങളുടെ ചെറിയ പ്രായം മുതലേ ഞങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ ഒരിക്കലും ഈ അപ്പനെ പോലെ ആയിത്തീരരുത്, നല്ല മക്കളായിട്ട് വളരണമെന്ന്. എൻ്റെ നാട്ടിൽ ഞങ്ങളെപ്പോലെ മോശമായിട്ടുള്ള വേറെ ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ വളർന്നെത്തി. ഒരു ദിവസം അതുപോലെ കേസുകളിൽ പെട്ടിട്ട് ചില കേസുകൾക്ക് ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോലീസുകാർ എപ്പോഴും വരും, ചീത്ത വിളിക്കും, അമ്മയെ ചിലപ്പോഴൊക്കെ അപ്പച്ചനെ ഉപദ്രവിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ ഒരു സമയത്ത് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു,
ഇങ്ങനെ തന്നെ ജീവിക്കാണെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. പക്ഷേ മക്കൾ വളർന്നു കഴിയുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വളർത്തിയത്, ഞാൻ ജീവിച്ചത്. ഇപ്പോൾ എനിക്ക് അതിനും പറ്റുന്നില്ല. കാരണം മക്കൾ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വഴിക്ക് നടക്കുന്നു, അപ്പൻ മറ്റൊരു വഴിക്ക് നടക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങിയത്. അമ്മ ആകെ അസ്വസ്ഥയായി. ആ സമയത്ത് എനിക്കുണ്ടായ ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞു, കുറേ നാളായാലും നിങ്ങൾ ചാവുമെന്ന് പറയുന്നു, ഇന്ന് നിങ്ങൾ ചത്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ വീടിൻ്റെ വാതിലും ജനലൊക്കെ പൂട്ടിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ചാവുന്നത് കാണിച്ചു തരാം. ഈ വെള്ളത്തിലാണ് ഇതൊക്കെ നമ്മൾ? ഇല്ല, ഞാൻ ആ സമയത്ത് ബോധത്തോടെയാണ്. അന്ന് ഞാൻ ഒരു കേസിൽ അകപ്പെട്ടിട്ട് കോടതിയിൽ നിന്ന് ഞാൻ വന്നേക്കുന്ന സമയമാണ്. ബോധത്തോടെയാണെങ്കിലും മൈൻഡ് അതെ, മൈൻഡ് അങ്ങനത്തെ മൈൻഡാണ്. നമ്മൾക്ക് ഒരാളോട് സിമ്പതിയില്ല, ഒരാളോട് ഒരു സിമ്പതിയില്ല, ഒരു ദയയില്ല, ക്രൂരത കാണിക്കുക, മാക്സിമം ക്രൂരത കാണിക്കുക. ഒരാൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് വിടുക എന്നല്ല, അവനെ കൊന്നുകളയുക എന്നുള്ളതാണ് ആ ഒരു നിലപാട്. അപ്പോൾ ഈ അമ്മ ഈ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു ആ സമയം. അപ്പോൾ തീപ്പെട്ടി നോക്കുന്നു, തീപ്പെട്ടി അവിടെ കാണുന്നില്ല. അപ്പോൾ അവിടെ തീപ്പെട്ടി കാണാതെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക, മരിക്കാവോ ജീവിതോ എന്താണെന്നറിയില്ല. അമ്മ വല്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്, ഇനി ഇവർ ജീവിക്കാൻ അനുവദിക്കരുത്, ഇവരെ കൊന്നുകളയണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചില ആയുധങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ പലരുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിന് തിരിച്ച് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കരുതി വെച്ച സാധനമാണ് വാളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിൽ നിന്നൊരു വടിവാൾ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയെ വെട്ടിക്കൊല്ലാനായിട്ട് ഞാൻ ശ്രമിക്കാം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒന്നെങ്കിൽ വെട്ടിക്കൊല്ലണം, അതിലെങ്കിൽ വയറ്റിൽ കുത്തി ഇറക്കണം, എങ്ങനെയെങ്കിലും കൊല്ലണം. അപ്പോൾ എൻ്റെ ആ സാഹചര്യം അനുസരിച്ച് ഞാൻ അമ്മയുടെ കഴുത്ത് നോക്കി വെട്ടിയപ്പോൾ അമ്മ എന്നോട്, മോനെ എന്നെ നീ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കരഞ്ഞെങ്കിലും ഞാൻ അതൊന്നും കേട്ടില്ല. പക്ഷേ എൻ്റെ നമ്മുടെ മൈൻഡ് ആ സമയത്തേക്ക് ഒരു പൈശാചികമായ അവസ്ഥയിലെത്തി. കാരണം നമ്മൾ വെള്ളത്തിലല്ല അല്ലല്ല, ഒന്നും ഒരു ലഹരിയും ഇല്ല, പച്ച മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ അമ്മ എന്നോട് പറയുന്നുണ്ട്, മോനെ നീ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. എൻ്റെ മനസ്സിലുള്ളത് ഇവരെ കൊന്നുകളയണം എന്ന് തന്നെ. ഞാൻ 2 പ്രാവശ്യം വെട്ടിയ. പക്ഷെ എങ്ങനെയോ ആ സമയത്ത് അമ്മ എന്നെ വട്ടം കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചു, വാള് കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാൻ അവിടെ കാല് വഴുതി വീണ സമയം, അതുകൊണ്ട് അമ്മ പിന്നിലെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടി, രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ പുറകെ ഓടിച്ചിട്ടു. പകൽ സമയത്ത് 11 മണി സമയത്ത് അങ്ങോട്ടാണ്. അപ്പോൾ അന്ന് അമ്മ വല്ലാതെ വിഷമിച്ചു, ഒച്ചയിൽ കരഞ്ഞിട്ട് അമ്മ ഓടിയത്. എനിക്ക് ആ സമയത്ത് 2 പ്രാവശ്യം വെട്ടിയെങ്കിലും അവരെ കൊല്ലാൻ പറ്റിയില്ല. അതിൻ്റെ ദേഷ്യം ഞാൻ വേറെ വ്യക്തികളുടെ തീർത്തത്, പുറത്തു പോയിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ആ പ്രശ്നത്തിൽ അമ്മ ഓടി പോയി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നേ. എന്നാലും എൻ്റെ അമ്മ എന്നൊരു തോന്നലൊന്നും ഇല്ല, അത്രയ്ക്ക് മനസ്സ് മറവിച്ചു. ഇല്ല. ഞാൻ എൻ്റെ പ്രായത്തിൽ 22, 21 ആ പ്രായത്തിലൊക്കെ അമ്മയല്ല അപ്പനെയല്ല ആരെ വേണേലും എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ അമ്മ എൻ്റെ ഓടിപ്പോയി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇടവകയിൽപ്പെട്ട കുറച്ച് പേരൊക്കെ കൂടി ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അവരെവിടെയോ എനിക്കൊന്ന് IMS-ലെവിടെയോ കൊണ്ടുപോയിട്ട് അവർ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ അമ്മ വന്നതിന് ശേഷം അപ്പനുമായിട്ട് പല കാര്യങ്ങളൊക്കെ ഇരുത്തി ഒരു വ്യവസ്ഥയിലെത്തി. ഇനി ഇവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അത് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട ചിലർ അതിന് ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിന്നു. അയൽവാസികളൊക്കെ കൂടി ഇവരുടെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അത് അമ്മ അവിടെ ഇരുത്തിയിട്ട് പോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ അമ്മയുടെ മാനസിക നില തെറ്റിപ്പോയി. അമ്മക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു, അമ്മക്ക് വിഭ്രാന്തി, എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോലും അമ്മ റോട്ടിൽ പോയി എൻ്റെ മക്കളെ കൊണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഒന്നിനും പറ്റാത്ത വിധത്തിൽ ഇവരുടെ മനസ്സ് വല്ലാതെ തകർന്നു പോയി. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയവും ഉണ്ടാക്കിയില്ല, ഒരു മാറ്റത്തിനും കാരണമായില്ല. വീട്ടിൽ അമ്മ ഇങ്ങനെ ഒരു ഭ്രാന്തി ഇരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയും പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പൻ മദ്യപിച്ച് വരും, ചിലപ്പോൾ പിടിച്ച് ഉപദ്രവിക്കും, അവർ കരയും. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിന് അപ്പൻ്റെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നു. ഒരു ശാപകഷ്ടമായ ഒരവസ്ഥ. വീടെന്ന് പറയാൻ പറ്റില്ല, അതൊരു വല്ലാത്ത ശാപം നരകം. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടാവും, വന്നിട്ട് പറഞ്ഞാൽ ഒന്ന് നീ പെട്ടെന്ന് വീട്ടിൽ ചെല്ലും, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ കണ്ടത് ഈ മാനസിക രോഗിയാണ് അമ്മ. ഈ അമ്മയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൻ ഭയങ്കരമായിട്ട് ഇടിക്കുകയും ഉപദ്രവിക്കുകയും വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്നത് ഈ അപ്പൻ ഇങ്ങനെ ചെയ്തിട്ട് വലിച്ചുകൊണ്ട് പോകും. അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിട്ട് മുക്കി കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പൻ്റെ ഈ ക്രൂരത അതുകൊണ്ട് തന്നെ അപ്പനോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ അപ്പൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ ചോദിച്ചു, നീ അപ്പനാണോ, നീയാണോ അപ്പൻ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരാണോ? ഞാൻ ഒറ്റടി കൊടുത്തു, അപ്പൻ്റെ മേലെ അടിച്ചു. ആദ്യത്തെ അടി അപ്പൻ താഴെ വീണു. മകനല്ലേ അടിച്ചത്, നീ ആരോ എന്നെ അടിക്കാനായോ എന്ന് ചോദിച്ചാൽ അപ്പൻ വരുന്നു, പിന്നെയും ഞാൻ അടിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലെന്ന് പറയുന്നത് ഞാൻ അപ്പനെ തല്ലുന്ന മകനാണ്, ഞാൻ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നവനാണ്, ഞാൻ അനിയനെ ആരെയും ഞാൻ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. അങ്ങനെ അപ്പോൾ ഓരോ ദിവസവും പല ആഴ്ചകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ബഹളമാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും ചാവും. അതുപോലെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ചെന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. എല്ലാവരും പറയും ഇനി അതൊന്നും പ്രതീക്ഷിക്കണം, നന്നാവില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വ്യക്തിയെ അതിക്രൂരമായിട്ട് ഒരാളെ ഉപദ്രവിച്ചു, ഒരു ചെറുപ്പക്കാരനെ. ആ നിസ്സാര കാര്യത്തിനാണ് ഞാൻ ചെയ്തത്, ഒരു വൈരാഗ്യം തീർത്താണ് ഞാൻ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ കേൾക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാവും. കാരണം അവരും ഞാനും ഇന്ന് ഞാൻ കുർബാനയിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുകയാണ്. അതായത് നിസ്സാരമായ ഒരു കാര്യത്തിന് ഒത്തിരി ഞാൻ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചു. ആ വ്യക്തിയുടെ പിതാവ് അത് കണ്ടു നിന്നിട്ട് അദ്ദേഹം സ്ട്രോക്ക് വന്ന് പിന്നീട് തളർന്ന് ഒരു 3 വർഷത്തോളം കിടപ്പ് രോഗിയായിട്ട് കിടന്ന് ആൾ മരിച്ചു. അതായത് ഞാൻ ഉപദ്രവിച്ച ആളുടെ അപ്പൻ മരിച്ചുപോയി. ഞാൻ കാരണം ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ആ ചെറുപ്പക്കാരന് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. കുറേ ദിവസങ്ങളൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനൊക്കെ അങ്ങനെയൊക്കെ പോയി. അതിനുശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ലഹരിയിൽ നിൽക്കുകയാണ്. അത് മദ്യമല്ല കഴിച്ചിരിക്കുന്നത്, വേറൊരു സാധനം കഴിച്ചൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇയാൾ വഴിയിലൂടെ നടന്നു വരുന്നുണ്ട്, വന്നു കഴിയുമ്പോൾ ഇയാൾ എന്തെങ്കിലും എന്നെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ ഉപദ്രവിക്കും, ഇവനെ വിടില്ല, ഞാൻ കൊന്നുകളയും. അങ്ങനെ ഒരു നിലപാട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വഴിയിലൂടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ ക്ഷയിക്കാനോട് എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പോയൊരു ധ്യാനം കൂടണം കേട്ടോ. ഒറ്റ വാക്ക് പറഞ്ഞു, നീ പോയൊരു ധ്യാനം കൂടണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവനെ ചീത്ത വിളിക്കും, അവനെന്നെ അടിക്കും, എന്തെങ്കിലുമൊക്കെ പരിഭവം കാണിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ വ്യക്തി പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നീ പോയൊരു ധ്യാനം കൂടണം. അങ്ങനെ ഒരു വാക്ക് ആദ്യം ധ്യാനത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ തറച്ചു കയറിയത് അവിടെ നിന്നാണ്. ഞാൻ പിന്നീട് കുറേ പേര് ഇതുപോലെ ധ്യാനത്തിന് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്ക് നന്നാവണ്ട എന്നൊരു തീരുമാനം എൻ്റെ കയ്യിൽ ഉണ്ട്. പക്ഷേ കുറച്ച് പേര് കൂടെ പിടിച്ചു കിട്ടി, എന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി. ആലുവ ഭാഗത്തൊരു ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു, രക്താഭിഷേക ധ്യാനം. അത് ഫാദർ ഫ്രാൻസിസ് കരിപ്പേരി അച്ഛൻ, തൃശ്ശൂർ രൂപത്തിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ധ്യാനമായിരുന്നു. 275 പേരൊക്കെ ധ്യാനിക്കുന്ന, അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. 2006 ഈ ധ്യാനം നടക്കുന്നത്. ആ സമയത്ത് ഇവർ എന്നെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയതാണ്. ആ ധ്യാനത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ ധ്യാന സമയങ്ങളിൽ ചിലവഴിക്കാനുള്ള ലഹരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനങ്ങളിൽ ഏറ്റവും പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഉഴപ്പുന്നത്, ഏറ്റവും കൂടുതൽ ഉഴപ്പുന്നൊരു വ്യക്തി. അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നൊരു വ്യക്തി ഞാനാണ്. ബാക്കി എല്ലാവരും തന്നെ ആ ധ്യാനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ കൂടണം, അതിനുവേണ്ടി ഞാൻ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ അടുത്തിരുന്നൊരു വ്യക്തിയുണ്ട്, ജെൻസൺ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഞാൻ അവനെ പരിഹസിച്ചു. ഞാൻ പറഞ്ഞു, നീ കുറേ നേരമായില്ലേ ബുക്കിൽ ഇങ്ങനെ എഴുതുന്നു, നീ എന്തെന്നാണ് എഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നാളെ കുമ്പസാര ദിവസമാണ്, ഞാൻ കുമ്പസാരിക്കാൻ പോവുക, എൻ്റെ പാപങ്ങൾ ഞാൻ എഴുതി, ഞാൻ നാളെ നല്ലൊരു കുമ്പസാരം നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ വീണ്ടും കളിയാക്കി, പിന്നെ കുമ്പസാരിക്കാൻ പോകുന്നു, എന്നിട്ട് നീ നാളെ ഈ പാപം തന്നെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പാവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നീ ആ ധ്യാനം ഒന്ന് ശ്രദ്ധിക്ക്, അതിൽ പറയണ കാര്യങ്ങൾ ശ്രദ്ധിക്ക്, എന്നിട്ട് നീ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ താല്പര്യത്തോടെ എടുത്തൊന്നുമില്ല, ഒരു കളിവാക്കായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ പറയുന്നൊരു വചനം ഇങ്ങനെ എന്നെ 2-3 പ്രാവശ്യം അലട്ടി.
അത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. പന്നിക്കുഴിയിൽ കിടന്നവന് സ്വബോധമുണ്ടായി. പന്നിക്കുഴിയിൽ കിടന്ന ധൂർത്തപുത്രന് സ്വബോധമുണ്ടായി. അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി. എത്രയോ ദാസന്മാർ അവിടെ സുഭിക്ഷമായി ജീവിക്കുന്നു. അപ്പോഴാണ് ഈ പന്നിക്കുഴി എൻ്റെ വീട് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇന്നേവരെ ഒരു നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അതിലേക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു തിരുനാൾ ദിവസം വന്ന എൻ്റെ വീട്ടിൽ ബഹളമാണ്. ഒരു നല്ല കറി വെച്ച് കഴിഞ്ഞാൽ അപ്പനത് നശിപ്പിച്ച് കളയും. അങ്ങനെ ഒരു സുഭിക്ഷമായ ഒരു ഭക്ഷണത്തിൻ്റെ അവസ്ഥ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് സ്പർശിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഈ വചനത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് അവിടെ ആ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നത്, പശ്ചാത്തപിച്ച് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തൊക്കെയോ പാപങ്ങൾ ഏറ്റുപറയാനുണ്ട്. വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ചിന്ത വരാൻ തുടങ്ങിയത്. ഞാൻ പതുക്കെ ഓരോ പാപങ്ങൾ എഴുതിയെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങിയത്. ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്ന് എഴുതി. പിന്നെ ആദ്യം വിചാരിച്ച് കുറച്ച് പാപം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിർത്താൻ തീരണില്ല. ഓരോ പാപങ്ങളുടെ പുറകെ ഓരോരോ പാപങ്ങൾ കിടക്കുന്നത് പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. രാത്രി ആയി കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല. ഞാൻ അവനെ വിളിച്ചു, വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് നിങ്ങളുടെ പാപങ്ങൾ കുറച്ച് പറഞ്ഞതാ, ഞാനത് കുമ്പസാരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറ്റൂല, നീ എൻ്റെ പാപം നീ തന്നെ കണ്ടുപിടിച്ചെഴുതണം. അങ്ങനെ ഞാൻ അവരുടെ സഹായത്തോടുകൂടെ ഞാൻ ഈ നോട്ട്ബുക്കിൽ എൻ്റെ പാപങ്ങൾ ഓരോന്നും എഴുതിയെടുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു തരും, ഞാൻ എഴുതും. കാരണം ക്ലാസ് ആ സമയം കഴിഞ്ഞല്ലോ. പക്ഷേ അന്ന് രാത്രിയിൽ എനിക്ക് മനസ്സിലായി 100-നടുത്ത് പാപം, 80-85ഓളം പാപങ്ങൾ എൻ്റെ ലിസ്റ്റിലുണ്ട്, ചെറുതും വലുതുമായ പാപങ്ങൾ. ഇതിൻ്റെ ലിസ്റ്റിൽ ഓരോ ആ പാപത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നോട് ദൈവം ക്ഷമിക്കില്ല. ഞാൻ കുമ്പസാരിച്ചാലും എനിക്ക് പാപമോചനം കിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും കുമ്പസാരിക്കണം. സമയം എടുക്കും തോറും എനിക്ക് ഭാരം കൂടുകാൻ തുടങ്ങി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഈ പാപങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം അച്ഛൻ വരാനായിട്ട് കുറച്ച് സമയം ലേറ്റ് ആകുമ്പോഴും എനിക്കത് വലിയ സമയമായിട്ട് തോന്നുന്നത്. ഞാൻ പിന്നെ ആ ധ്യാനത്തിൽ കുമ്പസാരിക്കാനായിട്ട് പോയി. ഓരോ പാപങ്ങളും എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. പറഞ്ഞിടത്തോളം പാപം, ഞാൻ ആ പാപത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു. ഞാൻ മനസ്തപിച്ചു. ഞാൻ ആ പാപം ഏറ്റുപറയുന്ന മുമ്പ് ഞാൻ ഈശോയുടെ ഒരു കാര്യം പറഞ്ഞു, ഈശോയെ, എനിക്ക് ജീവിതത്തിൽ ഈ പാപം ഇനി ആവർത്തിക്കണ്ട. എനിക്ക് ഒരു ദിവസങ്ങളിൽ നടക്കുന്ന പരിവർത്തനമാണ്. ആ ദിവസങ്ങളിൽ നടന്നു. ഒറ്റ ദിവസം എനിക്ക് ആ കുമ്പസാരത്തിൻ്റെ വിഷയം, പാപത്തിൻ്റെ ക്ലാസ്, പിന്നെ എന്നെ എളിമപ്പെടുത്തിയ ക്ഷമയുടെ ശുശ്രൂഷ, ഇതെല്ലാം കൂടെ എന്നെ ഒരു വലിയ അനുതാപത്തിലേക്ക് കൊണ്ടുപോയി. അപ്പനെ കുറിച്ചുള്ള ചിന്ത ദിവസങ്ങളിൽ അപ്പനെ കുറിച്ചുള്ള ചിന്ത അത്ര വന്നില്ല. എന്നാലും ഉണ്ട്. അതിനേക്കാൾ കൂടുതലുള്ള എനിക്കുള്ള വിഷമം എനിക്ക് ഈശോയെ കുറിച്ചായിരുന്നു. ഞാൻ കാണുന്നത് മുറിവേറ്റ ഈശോയാണ്. ഞാൻ വേദനിപ്പിച്ചത് മനുഷ്യരെക്കാൾ കൂടുതൽ ഈശോയാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കോൺസെപ്റ്റ് മാറി. മറ്റേത് എനിക്ക് അപ്പച്ചനോട് സിമ്പതി, അമ്മയോട് അങ്ങനെ ഒന്നും വന്നില്ല. ചെയ്തത് തന്നെ, പക്ഷേ ചെയ്തത് മുഴുവൻ ഈശോയോടാണ്. എനിക്ക് ധ്യാനം എന്നെ അങ്ങനെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഞാൻ ഈ കുമ്പസാരം നടത്തുമ്പോൾ ഞാൻ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്ന ഒരു കാര്യം, ഈ പാപം ഞാൻ ഏറ്റുപറയുമ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്കറിയാം, നമ്മൾ ഈ കേട്ടുകൊണ്ട് പോകുന്ന ഈ ജീവിതാനുഭവം തീർന്നിട്ടില്ല. നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമ്മൾ വീണ്ടും ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.